സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി സുതാര്യമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പോലും കൂച്ചുവിലങ്ങിടാൻ കഴിയുന്നതാണ് കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച പുറത്തിറക്കിയ FCRA ചട്ട ഭേദഗതി എന്നാണ് പരാതി. NGOകൾക്കും അസോസിയേഷനുകൾക്കുമുള്ള വിദേശ ധനസഹായ ചട്ടക്കൂട് പരിഷ്കരിക്കുകയും കർശനമാക്കുകയും ചെയ്യുന്നതാണ് ഭേദഗതി എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. പുതിയ 2 വിജ്ഞാപനങ്ങളാണ് അസാധാരണ ഗസറ്റായി പ്രസിദ്ധീകരിച്ചത്. ആദ്യ വിജ്ഞാപനം 2011 വിദേശ സംഭാവന നിയന്ത്രണ നിയമങ്ങളുടെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നു. ഓരോ FCRA രജിസ്ട്രേഷനും വിദേശ ഫണ്ടുകൾ ഉപയോഗിക്കാവുന്ന ഉദ്ദേശങ്ങളും സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. FCRA രജിസ്ട്രേഷൻ സാങ്കേതിക കാരണങ്ങളാലോ അല്ലാതെയോ പുതുക്കാതിരിക്കുകയോ റദ്ദാക്കപ്പെടുകയോ കാലഹരണപ്പെടുകയോ ചെയ്താൽ ഭാഗികമായെങ്കിലും വിദേശ ഫണ്ട് സ്വീകരിച്ച സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളും ഭൂമിയും അടക്കമുള്ള ആസ്തികളും സ്വത്തുക്കളും സർക്കാരിന് പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനും അനുവദിക്കുന്ന വിവാദ വ്യവസ്ഥകളോടെയുള്ള നിയമ ഭേദഗതി ഡെമോക്രസിന്റെ വാൾ പോലെ തുടരുന്നതിനിടയിലാണ് പുതിയ ചട്ട ഭേദഗതി. പാർലമെന്റിൽ അവതരിപ്പിച്ച വിവാദ FCRA ഭേദഗതി ബിൽ പ്രതിഷേധങ്ങളെ തുടർന്ന് മരവിപ്പിച്ച് നിർത്തുക മാത്രമാണ് ചെയ്തത്. 2011 NDA സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് അടക്കം രാജ്യത്താകെ നിരവധി സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും FCRA പുതുക്കി നൽകാതെ വൈകിച്ചതും തടഞ്ഞതും വിവാദമായിരുന്നു. സർക്കാർ നിർദ്ദേശിച്ച 105 അനുവദനീയമായ ഉദ്ദേശങ്ങളുടെ ഷെഡ്യൂളിൽ നിന്ന് സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പുതിയ ഭേദഗതി നിഷ്കർഷിക്കുന്നു. ആരോഗ്യ മേഖലയിലേതടക്കം പാവപ്പെട്ടവർക്ക് വേണ്ട പല കാര്യങ്ങളും ഈ 105-ൽ ഇല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമൂഹികം, സാമ്പത്തികം അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങൾ എന്നീ വിശാല വിഭാഗങ്ങളിലാണ് സന്നദ്ധ സംഘടനകൾ ഇതുവരെ FCRA രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇനി മുതൽ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. പ്രവർത്തന ഉദ്ദേശങ്ങൾ മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായി രാജ്യത്താകെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഫലത്തിൽ പരിമിതപ്പെടുത്തുന്നതാണ് പുതിയ ഭേദഗതി. NGOകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ വ്യക്തമായി രേഖപ്പെടുത്തുകയും അവിടെ മാത്രം പ്രവർത്തനം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന നിയന്ത്രണം ഫലത്തിൽ പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കും. ഓരോ സംസ്ഥാനത്തിനും 300 രൂപ വീതം അധിക ഫീസ് നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. നിലവിൽ FCRA രജിസ്ട്രേഷനുള്ള സംഘടനകൾക്ക് അവരുടെ രജിസ്ട്രേഷനിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങളും ഭൂമിശാസ്ത്രപരമായ മേഖലകളും രേഖാമൂലം അറിയിക്കാൻ 1 വർഷത്തെ സമയം നൽകിയിട്ടുണ്ട്. തുടർന്നുള്ള ഏതൊരു മാറ്റത്തിനും പുതിയ അംഗീകാരം ആവശ്യമാണ്. രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയ പ്രവർത്തനങ്ങളിലോ ഭൂമിശാസ്ത്രപരമായ പരിധികളിലോ മാറ്റം വേണമെങ്കിൽ പ്രത്യേക അപേക്ഷ നൽകണം. ഇതിനായി ഭരണസമിതിയുടെ പ്രമേയവും വേണം. അപേക്ഷ തള്ളാൻ സർക്കാരിന് അധികാരമുണ്ടാകും. നിലവിൽ സംഘടനകളുടെ പ്രവർത്തന മേഖലകൾ വെളിപ്പെടുത്തിയിരുന്നെങ്കിലും പ്രത്യേക സംസ്ഥാനങ്ങളുമായി രജിസ്ട്രേഷൻ ബന്ധിപ്പിച്ചിരുന്നില്ല. സംഘടനകളുടെ പ്രധാന പ്രവർത്തകൻ, അതായത് ചീഫ് ഫംഗ്ഷണറി എന്നതിന്റെ നിർവചനം വളരെ വിശാലമാക്കിയത് പല NGOകളുടെയും പ്രവർത്തനത്തിന് തടസ്സമാകും. വിദേശ പൗരന്മാരുള്ള സ്ഥാപനങ്ങൾക്ക് സാധാരണയായി രജിസ്ട്രേഷൻ നിഷേധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതും ചില സ്ഥാപനങ്ങളെ ബാധിക്കും. വിദേശത്തുള്ള സന്യാസ സഭകളുടെ തലവൻ പല സ്ഥാപനങ്ങളുടെയും ആലങ്കാരിക പദവികളിൽ ഉണ്ടാകുമെന്നതാണ് കാര്യം. ഇന്ത്യയിലെ സ്ഥാപനത്തിന്റെ നേരിട്ടുള്ള ഭരണകാര്യങ്ങളിൽ ഇവർ പങ്കാളിയല്ല. പുതിയ ഭേദഗതിയോടെ ഇന്ത്യൻ പൗരന്മാരോ വംശജരോ അല്ലാത്തവർക്കെല്ലാം തടസ്സമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ ചില സ്ഥാപനങ്ങളിൽ വിദേശികൾക്ക് തുടരാനാകുമെന്നും ഭേദഗതിയിലുണ്ട്. കമ്പനികളുടെ ഡയറക്ടർമാർ, സ്ഥാപനങ്ങളിലെ പങ്കാളികൾ, ട്രസ്റ്റുകളുടെ ട്രസ്റ്റികൾ, ഭാരവാഹികൾ, ഭരണസമിതി അംഗങ്ങൾ, ഹിന്ദു അവിഭക്ത കുടുംബത്തിലെ കർത്ത എന്നിവർ മുതൽ അസോസിയേഷന്റെ മാനേജ്മെന്റിലോ ഭരണകാര്യങ്ങളിലോ നിയന്ത്രണമോ ഉത്തരവാദിത്തമോ ഉള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ വ്യക്തിയോ എന്നിങ്ങനെയുള്ള നിർവചനത്തിലൂടെ ആരെയും പ്രധാന പ്രവർത്തകനാക്കി മാറ്റുന്നുവെന്നതിൽ കുരുക്കുകൾ പലതാകും. 2011 നിയമത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെയോ ഗവേണിംഗ് കൗൺസിലിലെയോ അംഗങ്ങളാണ് ചീഫ് ഫംഗ്ഷണറിയായി പരാമർശിക്കുന്നത്. രജിസ്ട്രേഷൻ പുതുക്കൽ, റദ്ദാക്കൽ തീരുമാനങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷം കുറഞ്ഞത് 10 ലക്ഷം രൂപ വിനിയോഗിക്കണമെന്ന പുതിയ ഭേദഗതി നിരവധി ചെറിയ സംഘടനകളെ ദോഷകരമായി ബാധിക്കും. ഇത്രയും തുക ചെലവഴിക്കാനില്ലാത്തതോ കഴിയാത്തതോ ആയവയുടെ FCRA റദ്ദാക്കപ്പെടുകയും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടിയും വരും. വിദേശ ഫണ്ടുകൾ കൈമാറുന്ന ഏജൻസികൾക്കും ഇടനിലക്കാർക്കും നിയന്ത്രണങ്ങളുണ്ട്. മതപരിവർത്തനം പാടില്ലെന്ന വ്യവസ്ഥയിലൂടെ ആർക്കെതിരെയും എപ്പോഴും മതപരിവർത്തന ആരോപണം ഉയർത്തി തടസ്സം സൃഷ്ടിക്കാൻ കഴിയും. മതപരമായ പ്രവർത്തനങ്ങളെ 2011 FCRA നിയമങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. മതവിദ്യാഭ്യാസം, ദൈവശാസ്ത്ര പഠനം, മതപാരമ്പര്യങ്ങളുടെ സംരക്ഷണം, മതപരമായ ഒത്തുചേരലുകൾ തുടങ്ങിയവ ഈ നിയമത്തിൽ അനുവദനീയമാണ്. മതപരിവർത്തനം എന്നത് ഒറിജിനൽ FCRA നിയമത്തിൽ പരാമർശിച്ചിട്ടില്ല. എന്നാൽ പുതിയ ചട്ടങ്ങളിലെ മതപരിവർത്തനം ഒഴിവാക്കൽ എന്ന പ്രയോഗം ഫലത്തിൽ മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ആശങ്ക. ഓരോ പൗരനും ഇഷ്ടമുള്ള മതവും വിശ്വാസവും സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഭരണഘടനയിലെ അനുച്ഛേദം 25 ഉറപ്പു നൽകുന്ന അവകാശത്തെ പുകമറ സൃഷ്ടിച്ച് വളഞ്ഞ വഴിയിലൂടെ നിഷേധിക്കാനുള്ള ശ്രമമാണിതെന്ന് പറയുന്നു. ഓരോ സംഘടനയുടെയും സ്ഥാപനത്തിന്റെയും പ്രധാന പ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട്
വെബ്സൈറ്റ്, മാധ്യമങ്ങളിലെ ലേഖനങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ സർക്കാരിന് നൽകണമെന്ന് പുതുതായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സ്ഥാപനവുമായോ മാനേജ്മെന്റുമായോ ബന്ധപ്പെട്ടവരോ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പുസ്തകം, മാസിക, വാർത്താ മാധ്യമങ്ങൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കുകയോ നിർമ്മിക്കുകയോ എവിടെയെങ്കിലും ലേഖനം പ്രസിദ്ധീകരിക്കുകയോ ചെയ്തതിന്റെയും ഇവയുടെ ഉള്ളടക്കത്തിന്റെയും ചുരുക്കം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളുടെയും വിവരങ്ങൾ നൽകണമെന്ന വ്യവസ്ഥയും ഫലത്തിൽ സർക്കാരിന്റെ നിയന്ത്രണമാകും. രാഷ്ട്രീയ പ്രവർത്തനം വിലക്കിയതിന് പിന്നിലും ഇതേ നിയന്ത്രണ മനോഭാവം വ്യക്തമാണ്. ഏതൊരു പൗരന്റെയും ഭരണഘടനാവകാശമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും നിയന്ത്രിക്കാൻ സർക്കാരിന് എന്ത് അവകാശമാണെന്നാണ് നിയമജ്ഞർ ചോദിക്കുന്നത്. FCRAയുടെ സെക്ഷൻ 41(1) പ്രകാരം പുറപ്പെടുവിച്ച പിഴവുകളെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിജ്ഞാപനത്തിലും വിദേശ സംഭാവനകളുടെ വരവും വിനിയോഗവുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾക്കുള്ള കോമ്പൗണ്ടിംഗ് പിഴകൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ഭരണപരമായ ചെലവുകൾക്കായി നിയമപരമായ 20% പരിധിക്കപ്പുറം വിദേശ സംഭാവന ചെലവഴിച്ചാൽ 1 ലക്ഷം രൂപയോ അധിക ചെലവിന്റെ 5%, ഏതാണ് കൂടുതൽ അത് പിഴയായി ഈടാക്കും. ഓഹരി വിപണി നിക്ഷേപം പോലുള്ള ഊഹക്കച്ചവട പ്രവർത്തനങ്ങളിൽ വിദേശ സംഭാവന ഉപയോഗിച്ചാൽ 1 ലക്ഷം രൂപയോ നിക്ഷേപിച്ച തുകയുടെ 30%, ഏതാണ് ഉയർന്നത് അത് പിഴയായി ഈടാക്കും. നേടിയ വരുമാനം മുഴുവനായി തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഫണ്ട് വകമാറ്റലിനും ഇതേ പിഴയുണ്ട്. വിദേശ സംഭാവന ലഭിച്ച ആവശ്യങ്ങൾക്ക് ഒഴികെയുള്ള കാര്യങ്ങൾക്കായി ചെലവഴിച്ചാൽ 1 ലക്ഷം രൂപയോ ഉൾപ്പെട്ട തുകയുടെ 30%, ഏതാണ് കൂടുതൽ അത് പിഴയായി ഈടാക്കും. രേഖപ്പെടുത്തിയ ആവശ്യങ്ങൾക്കോ ഭൂമിശാസ്ത്ര പരിധികൾക്കോ പുറത്ത് വിദേശ സംഭാവന സ്വീകരിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനും സമാനമായ പിഴകളുണ്ടാകും. പിഴയായി വൻതുക ഈടാക്കുന്നതിന് പുറമെ പൂർണ്ണമായ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുന്നതിന് പകരമായി കോമ്പൗണ്ടിങ്ങിലൂടെ ലംഘനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഘടനാപരമായ സംവിധാനവും സ്ഥാപനങ്ങൾക്ക് നൽകാനും പുതിയ ഭേദഗതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പിഴ കൂട്ടിയെങ്കിലും സ്ഥാപനങ്ങൾക്ക് പരാതി പരിഹാരത്തിനോ സാങ്കേതികവും പ്രായോഗികവുമായ പിഴവുകൾ തിരുത്താനോ ഫലപ്രദമായ സംവിധാനം പുതിയ ചട്ട ഭേദഗതികളിലില്ല. ഒറ്റത്തവണ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള മുൻകൂർ അനുമതിക്കും പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. ലഭിച്ച ആദ്യ ഗഡു സംഭാവനയുടെ 75% വിനിയോഗിച്ചുവെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. ഇക്കാര്യം സർക്കാർ പരിശോധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ തുകയുടെ 75% ചെലവഴിച്ചുവെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ തുടർഗഡുക്കൾ ലഭിക്കുകയുള്ളൂ.